അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ഇന്നിപ്പോൾ ദുബായിൽ നടക്കുകയാണ്. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കുറേ കാലത്തിന് ശേഷം വീണ്ടും നടക്കാൻ പോവുകയാണ്, അത് ചാമ്പ്യൻസ് ട്രോഫിയിൽ. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ രണ്ടാമത്തെ മത്സരത്തിന് തയ്യാറെടുക്കുന്നത്. പക്ഷേ ആതിഥേയരായ പാകിസ്ഥാൻ ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് ദയനീയമായി തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അങ്ങ് ദുബായിലാണെങ്കിലും ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരത്തിലും ഈ ആവേശത്തിന് വലിയ കുറവൊന്നുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പൂജപ്പുരയിലെ ശ്രീ ചിത്രതിരുനാൾ ഗ്രൗണ്ടിലാണ്. ഇവിടെ ഒരു ഭാഗത്ത് മത്സരം നടക്കുന്നുണ്ട്, മറുഭാഗത്ത് അവർ ഈ കളിക്കുന്ന ടീമുകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവരുടെ ടീമുകളുടെ താരങ്ങളും ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പറയുന്ന ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾ മാത്രമല്ല, ഫുട്ബോൾ കളിക്കുന്നത്. നമുക്ക് നിരന്തരം ഈ ലോകകപ്പ് ഫുട്ബോളും യൂറോ കപ്പും ഒക്കെ വരുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന പൂജപ്പുരയിൽ കാണുന്ന ഒരു മുഖമാണിത്. പക്ഷേ സ്പോർട്സിൻ്റെ ഒരു മുഖ്യ ആൾ കൂടിയാണ് ഈ പൂജപ്പുരയിലെ. അല്ലേട്ടാ, ഫുട്ബോൾ അല്ല, ഇന്നിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുള്ള ക്രിക്കറ്റ് മത്സരമാണ്. അപ്പോൾ ഒരു ആവേശം എങ്ങനെ ആയിരിക്കും? ഭയങ്കരമായ ആവേശം. നമ്മൾ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ്. നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എല്ലാവർക്കും അറിയാം, അതൊരു യുദ്ധം തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കട്ട വെയിറ്റിങ്ങിലാണ്. എല്ലാ പ്ലേയേഴ്സും കണ്ടില്ല, അവരൊക്കെ ആവേശത്തോടെ ഇരിക്കുകയാണ്. ഉറപ്പായിട്ടും നമ്മൾ ജയിക്കുക തന്നെ ഇന്നത്തെ കളി. ആ ഒരു കളിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനകത്ത് പാകിസ്ഥാൻ ആദ്യ കളി തോറ്റു, ഇന്ത്യ ബംഗ്ലാദേശിന് ജയിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്താണ് ഇന്ത്യയുടെ മെയിൻ വീക്ക്നെസ് എന്ന് പറയാനില്ല. ബൂമറ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. എങ്കിലും ബാക്കിയുള്ള ഇപ്പോൾ ബോളർമാരെല്ലാം നല്ല ഫോമിലുമാണ്, ബാറ്റേഴ്സ് എല്ലാം കുഴപ്പമില്ല. രോഹിത് ശർമ്മ കയറി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറയാനുള്ളത് ഇന്ത്യ ജയിക്കണം, ഇന്ത്യക്ക് അത്രയും പവർ ഉണ്ട്. ഇന്ത്യക്ക് പവർ ഉണ്ടെന്ന്, പക്ഷെ മോന് പവറില്ല. കുറച്ച് പവർ പറഞ്ഞേ. ഇന്ത്യക്ക് നല്ല പവർ ഉണ്ട്, ഇന്ത്യ ജയിച്ചിരിക്കും. അപ്പൊ എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അങ്ങ് ദുബായിൽ നടക്കുമ്പോഴും കേരളത്തിലെ ഒട്ടും ആവശ്യം കുറവൊന്നുമില്ല. അപ്പോൾ നമ്മൾ പൂജപ്പുര കളി നടക്കുകയാണ്. അപ്പോൾ കളി നടക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ബാറ്റ് ചെയ്യുന്ന ടീമല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ബാറ്റിംഗ് ഒക്കെ? കുഴപ്പമില്ല, നല്ല റൺസ് വരുന്നുണ്ട്. ദുബായിലെ പിച്ച് അത്ര ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള പിച്ചല്ലേ, ബൗളിങ്ങിന് അനുകൂലമായിട്ടുള്ള പിച്ചാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇന്ത്യക്കാരെ സപ്പോർട്ട് ചെയ്യണോണ്ട് മാക്സിമം നമ്മൾ റൺ അടിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇന്ത്യക്ക് ടോസ് കിട്ടിയാൽ ഇന്ത്യ എന്തായിരിക്കും തിരഞ്ഞെടുക്കുക? ഫീൽഡിംഗ് ഓർ ബാറ്റിംഗ്? ഫീൽഡിംഗ് ആയിരിക്കും. എന്തുകൊണ്ട്? ഇന്ത്യ പാകിസ്ഥാൻ്റെ ബൗളിംഗ് ലൈനപ്പ് ഭയങ്കര ഹെവി സ്ട്രോങ് ആണ്, പക്ഷേ ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് അതിനേക്കാളും വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ എന്തായാലും ചേസ് ചെയ്യാനായിരിക്കും ഇന്ത്യ എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ആവേശമുണ്ട്. അത് മാത്രമല്ല 26-ാം തീയതി കേരളവും വിദർഭയും തമ്മിലുള്ള രഞ്ജി ട്രോഫി ഫൈനലും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ആവേശമാണ് ക്രിക്കറ്റിനല്ലേ. പക്ഷെ നിങ്ങൾക്കൊരു ആവേശമില്ലല്ലോ, കുറച്ചുകൂടെ ആവേശം വേണ്ടേ? എത്തിയിരിക്കുകയാണ് കേരളം, വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് രഞ്ജി ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനാണ്. ആവേശത്തിലാണ് ഇപ്പം നമുക്ക് നിൽക്കുന്നത്, നല്ലൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ദുബായിൽ നടക്കാൻ പോവുകയാണ്. വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ്. ഇപ്പോൾ ഈ ഇങ്ങനെ സൈലന്റ് ആയിരുന്നാലും ഒരു ആവേശമൊക്കെ ഉണ്ട്. ആവേശമൊക്കെ ഇല്ലേ? കുറച്ചുകൂടെ ആവേശമൊക്കെ വരട്ടെ. അപ്പോൾ എന്തായാലും വലിയ ആവേശത്തിലാണ്. വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ രണ്ടാമത്തെ കളി ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള ക്രിക്കറ്റ് ആരാധകർ. തിരുവനന്തപുരം പൂജപ്പുരയിൽ നിന്ന് കണ്ണൻ തിരുമലയ്ക്കൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.